ശ്രദ്ധിക്കാം. നമ്മുടെ പാഠഭാഗത്തിൽ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട അവസാനത്തെ കുറച്ച് പോർഷൻസ് ആണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് കടന്നു പോയതിന് ശേഷം നമുക്ക് കഴിഞ്ഞ വർഷം 2025-26 ചോദിച്ച മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഇതേ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്വസ്റ്റ്യൻസിലാണ് പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമ്മുടെ നമ്പർ പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കോളത്തിൽ 0, 1, 2, 3, 4, അടുത്തതിൽ 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 എന്ന് പറഞ്ഞ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒരു റോനെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാണ് അതിൻ്റെ ഉത്തരം വരിക, അതേപോലെ തന്നെ അതിൻ്റെ റിമൈൻഡർ എന്തായിരിക്കും എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താ വരിക നോക്കാം. ഉദാഹരണമായിട്ട് ഇവിടെ മൂന്നാമത്തെ ഒരു കോള എടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കി നമ്പറുകൾ 10, 11, 12, 13, 14, 15 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു റോനെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പൊ 10നെ 5 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്കറിയാം, 10നെ 5 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം 2 ആണ്. കാരണം 5 ഗുണിക്കണം 2 10 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ പരിചയമുള്ള ഒരു ആൻസർ ആണ് അത്. അപ്പം അതുപോലെ തന്നെ ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നോക്കിയേ, 10, 11, 12, 13, 14, 15 ഈ നമ്പറുകളെ 5 കൊണ്ട് ഹരിച്ചാൽ എന്താ സംഭവിക്കുക? അതിൻ്റെ കോഷ്യൻ്റ്, അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 2 ആയിരിക്കും എപ്പോഴും കിട്ടുക. ഏത് നമ്പറിനെ ഹരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരം എന്തായിരിക്കും? 2 ആയിരിക്കും. ഇപ്പോൾ 11 അതിനെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര തവണ പോവും? 2 തവണ പോവും. 5, 2, 10, റിമൈൻഡർ 1. 12 അതിന് 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 2 തവണ പോവും. 5, 2, 10, റിമൈൻഡർ 2. 13 അതിന് 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 2 തവണ പോവും. 5, 2, 10, റിമൈൻഡർ 3. 14 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 2 തവണ പോവും. 5, 2, 10, റിമൈൻഡർ 4. ഇവിടെ എല്ലാത്തിൻ്റെ ഉത്തരം 2 തന്നെയാണ് കിട്ടുന്നത്. റിമൈൻഡർ 1, 2, 3, 4 എന്നായിട്ട് മാറും. അതാണ് ഇവിടെ പറയുന്നത്. കോഷ്യൻ്റ് ഈസ് ഓൾവേസ് 2 ആൻഡ് ദ റിമൈൻഡർ ഈസ് 0, 1, 2, 3, 4 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. അപ്പോൾ എപ്പോഴും ആലോചിക്കാം, ഏതൊരു നമ്പറിനെയും അതിൻ്റെ മൾട്ടിപ്പിൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പറിനെ ഏതൊരു സംഖ്യ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാലും അതിൻ്റെ റിമൈൻഡർ 0 ആയിരിക്കും. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കി, 5നെ 5 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ ഉണ്ടോ? ഇല്ല. 10നെ 5 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ ഉണ്ടോ? ഇല്ല. 15നെ 5 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ ഉണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ? 5 എന്ന് പറയുന്നതും 10 എന്ന് പറയുന്നതും 15 എന്ന് പറയുന്നതും 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 2ൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 2, 4, 6, 8 എന്ന് പറയുന്ന സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാ? 2, 4, 6, 8, 10 എന്ന് പറയുന്ന എല്ലാ നമ്പറുകളും 2ൻ്റെ മൾട്ടിപ്പിൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ. ഇനി ഇങ്ങനെ കോളം നോക്കുന്നതിന് പകരം റോ എടുത്ത് നോക്കുക. അതായത് താഴോട്ടേക്കുള്ള നമ്പറുകൾ നിങ്ങൾ നോക്കിയേ. താഴോട്ടേക്കുള്ള നമ്പറുകൾ 0, 5, 10, 15, 1, 6, 11, 16, 2, 7, 12, 17. ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഡിവൈഡിങ് എ കോളം ബൈ 5. ഒരു കോളത്തെ ഈ പറഞ്ഞ പോലെ 5 കൊണ്ട് ഹരിച്ചാൽ, റോ നമ്മൾ ചെയ്തു, ഇനി കോളത്തെയും 5 കൊണ്ട് ഹരിച്ചാൽ എന്താ സംഭവിക്കുക? സെയിം കോളം സെയിം റിമൈൻഡർ ആയിരിക്കും വരുന്നുണ്ടാവുക. കോളം 1 to 5 ഗീവ് റിമൈൻഡർ 0, 1, 2, 3, 4. ഏത് കോളം എടുത്തു കഴിഞ്ഞാലും അവിടെ റിമൈൻഡർ 0, 1, 2, 3, 4 എന്നാണ് വരിക. അപ്പോൾ അതും സംഭവിക്കുന്നത് എന്തുകൊണ്ട് തന്നെയാണ്? 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾ വരുമ്പോൾ റിമൈൻഡർ 0 ആവും. ബാക്കിയെല്ലാം 1, 2, 3, 4 എന്ന് കടന്നു വന്നുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം 5നെ 5 കൊണ്ട് ഹരിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, 5നെ 5 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം എത്രയാണ്? 1 ആണ്. റിമൈൻഡർ എത്രയാണ്? 0 ആണ്. 10നെ 5 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്രയാണ്? 0 ആണ്. 15നെ 5 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്രയാണ്? 0 ആണ്. എന്തുകൊണ്ടാ? ഈ 5ഉം 10ഉം 15ഉം എല്ലാം 5ൻ്റെ ഗുണിതങ്ങളാണ് എന്നാണ്
നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കി എല്ലാ നമ്പറുകളും വരുമ്പോഴും എന്ത് തന്നെയാണ്, റിമൈൻഡർ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, 6നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്ര റിമൈൻഡർ കിട്ടുക? 1. 7നെ 5 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്ര കിട്ടുക? 7നെ 5 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 2. 8നെ 5 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ എത്ര കിട്ടുക? 3. അപ്പൊ ഇതിങ്ങനെ കൂടി 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 വരും. അത് സംശയമുള്ളവർക്ക് സൈഡിൽ വേണമെങ്കിൽ ഹരിച്ച് നോക്കാം. 6നെ 5 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 5 5, റിമൈൻഡർ 1. 7നെ 5 കൊണ്ട് ഹരിച്ചാലോ ഒരു തവണ പോവും, 5 5, റിമൈൻഡർ 2. അപ്പൊ ഇതിങ്ങനെ മാറി 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 എന്ന് ചെയ്യാൻ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഈ നമ്പർ പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. അങ്ങനെ 10th റോ എന്തായിരിക്കും ഒരു ചോദ്യമുണ്ട്. 10th റോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നിങ്ങൾ ഇവിടെ നോക്കിയേ, 1ാമത്തെ റോ അവിടെ നിൽക്കട്ടെ. 2ാമത്തെ റോ എളുപ്പം മനസ്സിലാക്കാം. 2ാമത്തെ റോ സ്റ്റാർട്ട് ചെയ്യുന്നത് 5ലാണ് അല്ലേ? 3ാമത്തെ റോ സ്റ്റാർട്ട് ചെയ്യുന്നത് 10ലാണ്. 4ാമത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് 15ലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ 5 6 7 8 9 ഇങ്ങനെ 10 വരെ എഴുതി കഴിഞ്ഞാൽ 10ാമത്തെ റോയിൽ വരുന്ന നമ്പറുകൾ ഏതൊക്കെയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. അതെങ്ങനെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുക? അതെ, നമുക്ക് എളുപ്പം മനസ്സിലാവാം. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു പാറ്റേൺ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 2ാമത്തെ റോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ട് ചെയ്യുന്നത് 5ലാണ്. അതായത് 1 ഗുണിക്കണം 5ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3ാമത്തെ റോ നോക്കിയാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 10ലാണ്. 10 എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം 5ആണ്. 4ാമത്തെ റോ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയിലാണ്? 4ാമത്തെ റോ 15ലാണ്. 15 വെച്ചാൽ എന്താ? 3 ഗുണിക്കണം 5ആണ്. അപ്പൊ എത്രാമത്തെ റോയാണോ കാണണ്ടേ അതിനേക്കാൾ 1 കുറച്ചിട്ട് 5 കൊണ്ട് ഗുണിച്ചാൽ മതി. 3ാമത്തെ റോയാ കാണണ്ടേ, അതിൽ നിന്ന് 1 കുറച്ചാൽ 2, 2നെ 5 കൊണ്ട് ഗുണിക്കുക. 4ാമത്തെ റോയാ കാണണ്ടേ, 4ൽ നിന്ന് 1 കുറക്കുക, 3, 3നെ 5 കൊണ്ട് ഗുണിക്കുക. 2ാമത്തെ റോയാ കാണണ്ടേ, 2ൽ നിന്ന് 1 കുറക്കുക, 1, 1 ഗുണിക്കണം 5, 5. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ നോക്കി, 10ാമത്തെ റോ ചോദിക്കുന്നത്. 10ാമത്തെ റോ ആണെങ്കിൽ എത്ര കണ്ടുപിടിക്കണം? 10ൽ നിന്ന് 1 കുറച്ചാൽ 9, 9 ഗുണിക്കണം 5 എത്ര കിട്ടുക? 45. അപ്പൊ ആദ്യത്തെ നമ്പർ എത്രയായിരിക്കും? 45. അതാണ് ഇവിടെ പറയുന്നത്. 45, 46, 47, 48, 49. ആദ്യത്തെ നമ്പർ 45 ആയിരിക്കും, ലാസ്റ്റ് നമ്പർ 49 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇതേപോലെ തന്നെയാണ് 12ാമത്തെ റോ. 12ാമത്തെ റോ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? 12ാമത്തെ റോ കണ്ടുപിടിക്കണമെങ്കിൽ 1 കുറക്കണം. 1 കുറച്ചാൽ 11 ഗുണിക്കണം 5 എത്രയാണ്? 55. ഇതാ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 12th റോ. 55, 56, 57, 58, 59. അതില് 4th നമ്പർ ഏതായിരിക്കും? 4ാമത്തെ നമ്പർ ഏതായിരിക്കുന്ന ചോദ്യം. 4th നമ്പർ ആരാ? 4th നമ്പർ ഇതാ 58. ഇതല്ലേ 4th നമ്പർ. അപ്പൊ എത്ര വരിക? 58. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. 123 എവിടെയാ വരിക എന്ന് ചോദിക്കുന്നുണ്ട്. 123 എവിടെയാണ് വരിക? അപ്പൊ 123ക്ക് അടുത്തുള്ള മൾട്ടിപ്പിൾ ആരാണ്? 120 ആണ് വരിക. 120. അപ്പൊ നിങ്ങൾ നോക്കിയേ, 120നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 120 ഡിവൈഡഡ് ബൈ 5. 5 കൊണ്ടല്ലേ ഗുണിക്കേണ്ടത്. 12ൽ എത്ര തവണ പോവും? 2 തവണ പോവും. 5 2 10, 2 ബാക്കി 0. 20ൽ എത്ര പോവും? 4 തവണ പോവും. 4 20. എത്രാമത്തെ റോല? 24 തവണ പോകുന്നുണ്ട്. അപ്പൊ എത്രാമത്തെ റോലായിരിക്കും വരിക? 1 കൂടണ്ടേ? 25ാമത്തെ റോലായിരിക്കും വരിക അല്ലെ? 25ാമത്തെ റോ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യണ്ടേ? 1 കുറച്ചാൽ 24. 24 ഗുണിക്കണം 5. 24 ഗുണിക്കണം 5 എത്രയാ വരിക? നമ്മളിപ്പോ ചെയ്തിയാണ് 120. അപ്പൊ നമ്പർ എത്ര വരിക? 120, 121, 122, 123, 124. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ രീതിയിലുള്ള പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. അതിന്റെ പാറ്റേൺ പല ടൈപ്പ് ചോദിക്കാം. അതെന്താണെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക.
ഇതിൻ്റെ ഒപ്പം തുടക്കുന്നതിനുള്ള അവസാന ഭാഗമുള്ളൊരു ചോദ്യമാണ്. 11 9 കൊണ്ടിരിക്കുമ്പോൾ ആൻസർ എത്രയായിരിക്കും, റിമൈൻഡർ എത്രയായിരിക്കും? വളരെ എളുപ്പമാണ്. 11 സാധാരണ പോലെ ഹരിച്ച് നോക്കിയാൽ മതി. 11 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരിക? ആൻസർ ഒന്നേ കിട്ടുള്ളൂ, റിമൈൻഡർ 2 ഗുണം. കാരണം ഒരു 9 9 അല്ലേ, പിന്നെ 2 കൂടി വേണം, 10 11 എന്നാലല്ലേ 11 ആവുള്ളൂ. അതേപോലെ തന്നെയാണ് 111 9 കൊണ്ട് ഹരിച്ചാൽ, 111 9 കൊണ്ട് ഹരിച്ചാൽ എന്താ സംശയം? ഇവിടെ നിങ്ങൾ നോക്കിയോ, വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. 9 വന്നു കഴിഞ്ഞാൽ 11 9 കൊണ്ട് ഹരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു തവണ 9 പോവുള്ളൂ. 1 × 9 9, പിന്നെ അതിൻ്റെ ഇപ്പം 2 കൂടണം അല്ലേ, അത് പോകുമ്പോൾ 10 11. 111 നമ്മൾ 3 അക്കായി. 3 അക്കാവുമ്പോൾ എന്താ സംഭവിക്കുക? 3 അക്കാവുമ്പോൾ എന്താ സംഭവിക്കുക? 10 എടുത്താൽ പോരാ, 90 ആവുള്ളൂ അല്ലേ. 100 × 9, 900 വരും. എത്രയാ വരിക നമുക്ക്? 900ഉം പിന്നെ എത്ര ബാക്കി വരും നമുക്ക്? 111 ചോദിച്ചല്ലേ, സോറി 111 അല്ലേ. 111 9 കൊണ്ടിരിക്കും. അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. 12 ഗുണിക്കണം 9 വരിക അല്ലേ. 12 ടൈംസ് പോവും. 12 ഗുണിക്കണം 9, പിന്നെ അതിൻ്റെ പേര് എത്ര കൂടി കൂടണം? ഒരു 3 കൂടി ആഡ് ചെയ്യേണ്ടി വരും. 4C നോക്കിയേ, 1 1 1 1 എന്നാ പറഞ്ഞത്. അപ്പം എന്താ വരിക? 1 2 3 ഗുണിക്കണം 9 എത്ര കൂടണം? 4 കൂടണം, +4 കൂട്ടണം. അപ്പം ഇവിടെയുള്ള പാറ്റേൺ നിങ്ങൾ കണ്ട, 1 1 2 1 2 3. അപ്പം ഈ പാറ്റേണിൽ ഇവിടെ നിങ്ങൾ നോക്കിയേ, 11 ആണെങ്കിൽ 1 ഗുണിക്കണം 9 +2. 111 ആണെങ്കിൽ 1 2 ഗുണിക്കണം 9 +3. പിന്നെയോ 1111 ആണെങ്കിൽ 1 2 3 ഗുണിക്കണം 9 +4. പിന്നെയോ 11111 ആണെങ്കിലോ 1 2 3 4 ഗുണിക്കണം 9 +5. അപ്പൊ എത്ര നമ്പറുകളുണ്ടോ അതിൽ 1 കുറവ് നമ്പറുകൾ ഗുണിക്കണം. ഇപ്പൊ 11 ആണെങ്കിൽ 1 ഗുണിക്കണം 9. 111 ആണെങ്കിൽ ഒരു നമ്പർ കുറക്കുക, ബാക്കി 2 നമ്പറുകളാണ്. അപ്പൊ 1 2 ഗുണിക്കണം 9. 1 1 1 1 4 1 വന്നിനെങ്കിൽ എന്താ സംഭവിക്കുക? 4 1 വന്നാൽ 1 2 3 ഗുണിക്കണം 9 +4. അപ്പൊ ഇതുപോലുള്ള പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാനുള്ള ചാൻസ്. ഇത് തന്നെയാണ് ഹരണത്തിന് അടുത്ത് പറയുന്നത്. സിമ്പിൾ ആണ്. 9 ഹരിക്കണം 8 പറയുന്നത്. ഇതാ 1 × 8 +1. 98 ഹരിക്കണം 8 ആണെങ്കിലോ 12 ഗുണിക്കണം 8 +2. അപ്പൊ ഇതിന്റെ ഈ പാറ്റേൺ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാനിവിടെ എഴുതി കാണിക്കാം. ഇവിടെ എന്താ വരുന്നത്? 1 × 8 +1. ഇവിടെയോ 1 2 × 8 +1. സോറി +2, +1 അല്ല, +2. ഇവിടെയോ 1 2 3 × 8 +3. അപ്പൊ ഈ രീതിയിലുള്ള പാറ്റേണുകൾ വരുമ്പോഴെന്ത് ചെയ്യുക? അതുകൂടി മനസ്സിലാക്കി വെക്കുക. ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇത് കുറച്ച് ഹയർ ലെവലായിട്ട് വരുന്നൊരു പോർഷനാണ്. ആ ചാപ്റ്ററിന്റെ അവസാന ഭാഗം ആയതുകൊണ്ട് മനസ്സിലാക്കി എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് ഹരണമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കി എടുത്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ പാറ്റേൺ എന്ത് ചെയ്യണം? ബൈഹാർട്ടൊന്നും പഠിക്കണ്ട, പരീക്ഷയ്ക്ക് വരുമ്പോൾ ജസ്റ്റ് ഓർത്താൽ മതി. ഇനി ഇതിനൊപ്പം തന്നെയാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമുക്ക് അതിൻ്റെ പേര് പഠിക്കേണ്ട കാര്യമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഭാഗത്തു നിന്നാണ് എന്ത് ചെയ്യുക? ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളത്. ഇത് നിങ്ങൾ കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഗ്രൂപ്പിൽ അയച്ചു തരാം. നിങ്ങൾ നോക്കിയേ, ഒന്നാമത്തെ ചോദ്യം നോക്കിയേ, ഇത് കണ്ടോ, 25 26 കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു റെക്റ്റാങ്കിൾ ആണ് എന്ന് പറയുന്നുണ്ട്. ആ റെക്റ്റാങ്കിളിന്റെ ഉള്ളിൽ 2 സർക്കിളുകൾ വരച്ചിട്ടുണ്ട്. അതിന്റെ റേഡിയസ് കൊടുത്തിട്ടുണ്ട് 2 സെന്റിമീറ്റർ ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സെന്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ദൂരമാണ് 2 സെന്റിമീറ്റർ. അതിനാണ് റേഡിയസ് എന്ന് പറയുന്നത്. അത് എല്ലാ വശത്തേക്കും, ഇവിടെ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് പോയാലും സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് പോയാലും സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് പോയാലും എല്ലാം സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ഇതിനും ഉണ്ടോ, ഇവിടെ 2 സെന്റിമീറ്റർ ആയിരിക്കും, ഇവിടെയും 2 സെന്റിമീറ്റർ ആയിരിക്കും, ഇവിടെയും 2 സെന്റിമീറ്റർ ആയിരിക്കും, ഇവിടെയും 2 സെന്റിമീറ്റർ ആയിരിക്കും. എല്ലാം 2 സെന്റിമീറ്റർ ആണ്.
ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ റെക്റ്റാങ്കിൾ? റെക്റ്റാങ്കിൾ ഹൈറ്റ്, ഇതാണ് ഹൈറ്റ്. ഹൈറ്റ് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ ഈ ഹൈറ്റ്, ഈ ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദ്യം. എടാ, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡയമീറ്റർ അല്ലേ ഉദ്ദേശിക്കുന്നത്? കണ്ട, ഇതെല്ലാം സെയിം ആയിരിക്കൂലേ, ഇതെല്ലാം അതിന്റെ ഡയമീറ്റർ അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇങ്ങനൊരു വര വരച്ചാൽ അത് 2 ആയിരിക്കും, തൊട്ട് താഴോട്ടേക്ക് ഒരു വര വരച്ചാൽ 2 ആയിരിക്കും. അപ്പൊ രണ്ടും കൂടി കൂട്ടി എത്രയാണ്? 4 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ? ഇതേപോലെ തന്നെ ലെങ്ത്തും കണ്ടുപിടിക്കാലോ. ഇതാണ് ലെങ്ത് എന്ന് പറയുന്നത്. ലെങ്ത് എന്താ വരിക? ഇവിടെ 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, പോരാ. ഇവിടെയും 2 ഉണ്ട്, പോരാ. ഇവിടെയും 2 ഉണ്ട്. അപ്പൊ ആകെ എത്ര 2 കൂട്ടണം? 1, 2, 3, 4. 4 2 കൂട്ടണം. 4 ഗുണം 2 എത്രയാണ്? 8 സെന്റിമീറ്റർ. അപ്പൊ എന്താണ്? ഇതിന്റെ വിഡ്ത്തും കിട്ടി, ഇതിന്റെ ലെങ്ത്തും കിട്ടി. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ദ റെക്റ്റാങ്കിൾ? ഈ റെക്റ്റാങ്കിളിനെ പറ്റിയിട്ടുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഈ രീതിയിലുള്ള പ്രസ്താവന ചോദ്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ പ്രസ്താവന ഞാൻ വായിക്കുന്നില്ല, അത് നേരത്തെ എന്താണോ വരുന്നത് അതിനനുസരിച്ച് ശരിയും തെറ്റും തിരഞ്ഞെടുത്താൽ മതി. പക്ഷെ ഇതുപോലത്തെ ചോദ്യം വന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സർക്കിളിന്റെ സെന്ററിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ സെന്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ദൂരമാണ് റേഡിയസ്. ആ റേഡിയസിന്റെ ഇരട്ടിയാണ് ഡയമീറ്റർ. ഇതാണ് ഡയമീറ്റർ. ഈ ലെങ്ത് ആണ്, ഫുൾ ലെങ്ത് ആണ് ഡയമീറ്റർ. ഹാഫ് ലെങ്ത്, പകുതി ലെങ്ത് ആണ് റേഡിയസ്. അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രോ ദ ട്രയാങ്കിൾ യൂസിങ് ദ കോർണേഴ്സ് ഓഫ് ദ സെറ്റ് സ്ക്വയർ. ഇവിടെ ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്, ആ ട്രയാങ്കിൾ വരക്കണം. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആദ്യം ഒരു സ്ട്രേറ്റ് ലൈൻ വരക്കുക, നമ്മളെ 60 ഡിഗ്രി സെറ്റ് സ്ക്വയർ വെക്കുക, വീണ്ടും 60 ഡിഗ്രി സെറ്റ് സ്ക്വയർ ഇവിടെ വരക്കുക. രണ്ടും കൂടി യോജിപ്പിച്ചാൽ നല്ലൊരു ട്രയാങ്കിൾ കിട്ടും. അത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു ചിത്രം വരക്കേണ്ട ക്വസ്റ്റ്യനും ഇവിടെ കിട്ടും. മനസ്സിലായോ? ഒന്നാമത്തെ ചോദ്യമായത്. ഇത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിലൂടെ 4 മാർക്കെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വാങ്ങിക്കാൻ പറ്റണം. രണ്ടാമത്തെ ചോദ്യം നോക്കുക. അത് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, പഴയ പേപ്പർ ആയതുകൊണ്ട്. രണ്ടാമത്തെ ചോദ്യം പോപ്പുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഉത്തർപ്രദേശ്, സിക്കിം, കേരള, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ. അതിന്റെ പോപ്പുലേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള ചോദ്യമാണ്, വായിച്ച് മനസ്സിലാക്കുക. വിച്ച് സ്റ്റേറ്റ് ഈസ് മോസ്റ്റ് പോപ്പുലേറ്റഡ്? മോസ്റ്റ് പോപ്പുലേറ്റഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഏതാണ്? അതായത് ഈ നമ്പറിൽ ഏറ്റവും വലുത് ഏതാണ്? കണ്ടുപിടിച്ചോളുക. വിച്ച് ഹാസ് പോപ്പുലേഷൻ നിയർ ടു 7 മില്യൺ? 7 മില്യൺ എന്ന് വെച്ചാൽ എന്താണ്? 1 മില്യൺ എന്ന് വെച്ചാൽ 10 ലക്ഷമാണ്. 10 ലാക്ക് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 മില്യൺ ആണ്. അപ്പൊ 7 മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷമാണ്? 70 ലക്ഷമാണ് അല്ലെ. 70 ലക്ഷത്തിന്റെ അടുത്ത് പോപ്പുലേഷൻ വരുന്ന സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്കി കണ്ടുപിടിക്കുക. വിച്ച് സ്റ്റേറ്റ് ഹാസ് പോപ്പുലേഷൻ ലെസ് ദാൻ 1 മില്യൺ? ലെസ് എന്ന് പറഞ്ഞാൽ കുറവാണ് കേട്ടോ. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ കുറവ്. എത്രയേക്കാളും കുറവ്? 1 മില്യണേക്കാളും കുറവ് ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം. 1 മില്യണേക്കാളും കുറവ്, അതായത് 10 ലക്ഷത്തിൽ കുറവ് ആർക്കാണുള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കുക. D question, the sum of the populations of 2 states is between 20 and 21 lakh. 20ഉം 21 ലക്ഷത്തിന്റെ ഇടയിലാണ്. അങ്ങനെയുള്ള 2 സ്റ്റേറ്റ് ഏതാണ്? ദ സം ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് 2 സ്റ്റേറ്റ്, 2 സ്റ്റേറ്റുകളുടെ പോപ്പുലേഷൻ കൂട്ടിയപ്പോൾ 20 ലക്ഷത്തിനും 21 ലക്ഷത്തിന്റെയും ഇടയിലാണ് വന്നത്. ഏതൊക്കെ സ്റ്റേറ്റ് ആണ്? ഉത്തർപ്രദേശും സിക്കിമാണോ? അല്ലെങ്കിൽ സിക്കിമും കേരളയാണോ? അല്ലെങ്കിൽ കേരളയും ഹിമാചൽ പ്രദേശും ആണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ചെയ്ത് നോക്കി കണ്ടുപിടിക്കുക. ആലോചിച്ച് നോക്കി കണ്ടുപിടിക്കാറില്ല, ചെയ്ത് നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക? മക്കൾ നല്ല രീതിയിൽ ചെയ്ത് നോക്കി കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ 3 സ്റ്റേറ്റ്സ് വിത്ത് ലീസ്റ്റ് പോപ്പുലേഷൻ റിട്ടൺ ഇൻ ഓർഡർ ഫ്രം സ്മോളർ ടു ലാർജസ്റ്റ്? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി കഴിഞ്ഞാൽ വിച്ച് ഓഫ് ദ 3 സ്റ്റേറ്റ്സ് വിത്ത് ലീസ്റ്റ് പോപ്പുലേഷൻ, ഏറ്റവും കുറവ് പോപ്പുലേഷൻ വരുന്ന 3 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? സിക്കിമും ഹിമാചൽ പ്രദേശും ഗോവയാണോ? സിക്കിമും ഗോവയും ഹിമാചൽ പ്രദേശും ആണോ? ഹിമാചൽ പ്രദേശ്, സിക്കിം, ഗോവ. അതിന്റെ ഓർഡറാ ചോദിക്കുന്നത്. ആദ്യം ചെറുത്, പിന്നെ വലുത്, പിന്നെ അതിലും വലുത്, പിന്നെ അതിലും വലുത്, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ
ഈ ഏറ്റവും ചെറുതേത്, അതിന്റെ വലുതേത്, അതിന്റെ തൊട്ട് മേലത്തെ ഏതെന്ന് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ 3 states വിത്ത് ലീസ്റ്റ് പോപ്പുലേഷൻ റിട്ടേൺ ഇൻ ഓർഡർ ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് കണ്ടുപിടിക്കണം. എഴുതിയൊക്കെയാൽ ഉത്തരം കിട്ടും. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി 4-digit numbers are there below 5,000? 5000 താഴെ എത്ര 4-digit നമ്പർ ഉണ്ട് എന്ന ചോദ്യം. എടാ 4-digit നമ്പർ എന്ന് പറഞ്ഞാൽ 4 അക്കം അല്ലേ? 4 അക്കം വേണ്ടേ 4-digit നമ്പറിന്? 4-digit നമ്പർ എന്ന് പറഞ്ഞാൽ 4 അക്കം വേണ്ടേ? 4 അക്കം വേണം. 1 2 1 2 3 4 അക്കം വേണം. അപ്പൊ നിങ്ങൾ നോക്കിയേ, 5000 താഴെയാ ചോദിക്കുന്നത്. 5000 എന്ന് പറഞ്ഞാൽ ഒരു 4-digit നമ്പർ അല്ലേ? അതുവരെയുള്ള എത്ര 4-digit നമ്പറുകൾ ഉണ്ട് എന്ന ചോദ്യം. ഈ 1 മുതൽ 5000 വരെ 1 മുതൽ 5000 വരെ 5000 നമ്പറുകൾ ഉണ്ടാവുമല്ലോ. പിന്നെ 3 അക്കം വരെയുള്ള മുഴുവനും കുറച്ച് കളഞ്ഞാൽ പോരെ? 3 അക്കം വരെയുള്ള മുഴുവൻ നമ്പറുകൾ ഏതല്ല? 3 അക്കം വരെയുള്ളത് 1 to 999. ഈ നമ്പർ മുഴുവനും കുറച്ച് വേണം. അപ്പോൾ ബാക്കിയുള്ള നമ്പർ എല്ലാം 4-digit നമ്പറുകളായിരിക്കുമല്ലോ. അപ്പൊ 5000 നിന്ന് 999 കുറച്ച് കഴിഞ്ഞാൽ എത്രയാ കിട്ടുക എന്നുള്ളത് നോക്കുക. കാരണം 999 കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ അത് 1000 ആവും. 1000 എന്ന് പറഞ്ഞാൽ എന്താണ്? 4-digit നമ്പറാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റൂല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ 5000 നിന്ന് ലാർജസ്റ്റ് ആയിട്ടുള്ള 3-digit നമ്പർ 999 കുറച്ച് നോക്കുക. അപ്പം ബാക്കി കിട്ടുന്ന നമ്പറുകളെല്ലാം എന്തായിരിക്കും? 4-digit നമ്പറുകളായിരിക്കും. ബി ക്വസ്റ്റ്യൻ എന്താണ്? ദ ലാർജസ്റ്റ് 5-digit നമ്പർ ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് 3 2 5 4 7. 3 2 5 4 7 ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ഏറ്റവും വലിയ 5-digit നമ്പർ ഏതാണ്? എഴുതിക്കൂടുക. വളരെ എളുപ്പമാണ്. ഓക്കെ ആണല്ലോ. റൈറ്റ് ദ ലാർജസ്റ്റ് 3-digit നമ്പർ ഹാവിങ് ദ സം ഓഫ് ദ ഡിജിറ്റ് ആസ് 4. ഒരു 3-digit നമ്പർ എഴുതണം. പക്ഷേ അതിന്റെ സമ്മ്, ആ ഡിജിറ്റുകൾ 3-digit നമ്പർ ഉണ്ട്, ആളുള്ള 3 നമ്പറുകളും കൂടി കൂട്ടിയാൽ 4 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ ഏതായിരിക്കും? എന്തായാലും 3-ൽ തുടങ്ങാൻ പറ്റൂലല്ലോ. കാരണം 3-ൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 3 2 എന്ന് പറയുമ്പോൾ തന്നെ 5 ആയിപ്പോയി. അപ്പൊ അത് പറ്റൂല. പിന്നെ പറ്റുന്നത് എന്താണ്? 2 പറ്റും, പിന്നെ ഒരു 1 പറ്റും, പിന്നെ ഒരു 1 കൂടി പറ്റും അല്ലെ? 211. നോക്കിയാട്ടെ, 2 1 3 3 1 4. ഇത് വേറെ നമ്പറുകൾ ഉണ്ടോ നിങ്ങൾ എഴുതി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ആണല്ലോ. ഇനി ഡി ക്വസ്റ്റ്യൻ എന്താണ്? ഡി ക്വസ്റ്റ്യൻ 34143 ഈസ് എ പാലിൻഡ്രോമിക് നമ്പർ. എന്താണ് പാലിൻഡ്രോമിക് നമ്പർ? ഇടത്തോട്ടും വലത്തോട്ടും ഒരേപോലെ വായിക്കാൻ പറ്റുന്ന നമ്പറിനാണ് പാലിൻഡ്രോമിക് നമ്പർ എന്ന് പറയുന്നത്. റൈറ്റ് അനദർ 5-digit പാലിൻഡ്രോമിക് നമ്പർ യൂസിങ് ദ സെയിം ഡിജിറ്റ്. ഇതേ ഡിജിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു 5-digit പാലിൻഡ്രോമിക് നമ്പർ എഴുതാനാണ് പറഞ്ഞത്. വളരെ എളുപ്പമാണ്. ഇവിടെ 3 4 1 4 3 എന്ന് പറയുന്ന നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു 5-digit പാലിൻഡ്രോമിക് നമ്പർ കിട്ടും. റൈറ്റ് അനദർ 5-digit പാലിൻഡ്രോമിക് നമ്പർ യൂസിങ് സെയിം ഡിജിറ്റ്. ഇതേ ഡിജിറ്റുകൾ ഉപയോഗിക്കണം, പുതിയ ഡിജിറ്റുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ എന്താണ്? If all the 3-digit numbers that can be formed using the digit 4 6 7 are arranged from smallest to largest, which of the following is the number that comes after 476? അതായത് 4 6 7 എന്ന് പറയുന്ന നമ്പറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറേ 3-digit നമ്പറുകൾ ഉണ്ടാക്കി. ആ 3-digit നമ്പറുകൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 476 എന്ന് പറഞ്ഞ നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഏതായിരിക്കും? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 467 ഉപയോഗിച്ച് എത്ര 3-digit നമ്പറുകൾ ഉണ്ടാക്കാൻ പറ്റും നോക്കണം. ആ നമ്പറിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് മാറ്റി മാറ്റി എഴുതണം. എന്നിട്ട് വേണം 476 ശേഷം വരുന്ന നമ്പർ കണ്ടുപിടിക്കാൻ. 4A എന്താ ക്വസ്റ്റ്യൻ? അപ്പൊ ഈ 4A വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇവിടെ നിങ്ങൾ നോക്കുകയെ, ഇവിടെ 10 കൊടുത്തിട്ടുണ്ട്, ഇവിടെ 100 കൊടുത്തിട്ടുണ്ട്, ഇവിടെ 6 കൊടുത്തിട്ടുണ്ട്, ഇവിടെ 18 കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ബാക്കിയുള്ള കോളം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. ഇത് എവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ? റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷനും ചോദിച്ച ചോദ്യമാണ് അല്ലേ. നിങ്ങൾ നോക്കി, ഇവിടെ 100 കിട്ടണമെങ്കിൽ ഇവിടെയും ഇവിടെയുമുള്ള നമ്പർ ഗുണിച്ചാലല്ലേ ഇവിടെയുള്ള നമ്പർ എഴുതുക. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ 10 ഉണ്ട്, ഇവിടെ വേറെ നമ്പർ ഉണ്ട്, അതിന് ഗുണിച്ചപ്പോൾ 100 കിട്ടി. അപ്പൊ 10ന്റെ ഒപ്പം എത്ര ഗുണിച്ചാലാടാ 100 കിട്ടുക? 10ന്റെ ഒപ്പം 10 ഗുണിച്ചു കഴിഞ്ഞാൽ 100 കിട്ടുക. അപ്പൊ അത് കിട്ടി. അപ്പം 10 ഗുണിക്കണം 10 100ആയി. ഇനി ഇവിടെയുള്ള നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. ഇവിടെയുള്ള 6ഉം ഇവിടെയുള്ള 10ഉം കൂടി ഗുണിച്ചാൽ മതി. അപ്പൊ 10ഉം 6ഉം ഗുണിച്ചാൽ എത്രയാ? 60. അപ്പൊ ആ നമ്പറും കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾ നോക്കിയേ, ഇവിടെയുള്ള നമ്പർ 18ആണ്, അത് 6 ഉണ്ട്, ഇവിടെ ഏതോ ഒരു നമ്പറും ഉണ്ട്. അപ്പൊ ഇവിടെയുള്ള നമ്പറും ഇവിടെയുള്ള നമ്പറും കൂടി ഗുണിച്ചാലാണ് ഇവിടെയുള്ള നമ്പർ കിട്ടണ്ടേ. അപ്പൊ നോക്കിയേ, 18 കിട്ടണം. ഒരാൾ 6ആണ്, 6ന്റെ ഒപ്പം എത്ര ഗുണിച്ചാലാടാ 18 കിട്ടുക? 6 3 അല്ലേ 18. അപ്പൊ ഇവിടെ 3 കിട്ടി. ഇത് നിങ്ങൾ നോക്കിയേ, ഈ കോളം കിട്ടാൻ എളുപ്പമല്ലേ. ഇവിടെയുള്ള 10ഉം ഇവിടെയുള്ള 3ഉം ഗുണിച്ചാൽ എത്ര കിട്ടി? 10 ഗുണിക്കണം 3 30. അപ്പൊ ഈ ഇങ്ങനത്തെ ടേബിള് റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ടേബിൾ മനസ്സിലാക്കി തന്നെ വെക്കുക. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഒറ്റ കാര്യം പഠിക്കേണ്ടു. ഇവിടെയുള്ള നമ്പർ കിട്ടാൻ ഇയാളെയും ഇയാളെയും ഗുണിക്കണം. പിന്നെയോ ഇവിടെയുള്ള നമ്പർ കിട്ടാൻ ഇയാളെയും ഗുണിക്കണം. പിന്നെയോ ഇവിടെയുള്ള നമ്പർ കിട്ടാൻ തൊട്ട് മുകളിലുള്ള 10നെയും സൈഡിലുള്ള 3നെയും ഗുണിക്കണം. പിന്നെയോ ഇവിടെയുള്ള ആളെ കിട്ടാൻ തൊട്ട് മുകളിലുള്ള 6നെയും തൊട്ട് സൈഡിലുള്ള 3നെയും ഗുണിക്കണം. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് 6 3 18 എന്ന് പറഞ്ഞിട്ട് ഉത്തരം വരുന്നത്. അപ്പൊ ആ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതിൽ കൂടി പറയുന്നു, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെൻ എ നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 17, ഒരു നമ്പറിന് 17 കൊണ്ട് ഗുണിച്ചു, 17 കൊണ്ട് ഗുണിച്ചു, ദാറ്റ് ഈസ് 2040. ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിനെ 17 കൊണ്ട് ഗുണിച്ചപ്പോൾ എത്ര കിട്ടിയേ? 2040 കിട്ടിയേ. 2040 കിട്ടി. What will be the product if the next number multiplied by 17? ഇത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത നമ്പറിനെ 17 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ വരുന്ന ഉത്തരം എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഒരു നമ്പറിനെ 17 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ 2040 കിട്ടി. ഇനി എന്താണ് സംഭവം? ആ നമ്പറിന് തൊട്ടടുത്ത നമ്പറിനെ, അതായത് ഇവിടെ ഏത് നമ്പറാണോ ഉള്ളേ അതിന്റെ തൊട്ടടുത്ത നമ്പറിനെ 17 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ആൻസർ എന്തായിരിക്കും? നിങ്ങൾ നോക്കിയേ, ഇവിടെയും 17 ഇവിടെയും 17 അല്ലേ. ഇവിടെയുള്ള നമ്പറിനേക്കാളും 1 കൂടിയിട്ടല്ലേ ഇവിടെ വരിക. അധികം കൺഫ്യൂഷൻ ആക്കണ്ട. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 5 വരണം. നെക്സ്റ്റ് നമ്പർ എന്നല്ലേ പറയുന്നത്. നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ. അപ്പൊ 1 കൂടണം. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 7 ആകണം. അപ്പൊ മാറാത്ത ആള് 17 അല്ലേ. ഇവിടെ 6 17 ഉണ്ട് എങ്കിൽ ഇവിടെ 7 17 അപ്പൊ ഒരു 17 കൂടിയില്ലേ. അപ്പൊ 2040 കൂടെ എത്ര കൂട്ടണം? ഒരു 17 കൂടി കൂടണം. അത് നിങ്ങൾ കൂട്ടി വെക്കാൻ ചെയ്യുന്നില്ല. ഓക്കെ, സി ക്വസ്റ്റ്യൻ ഇതേപോലത്തെ പാറ്റേൺ തന്നെയാണ്. പക്ഷെ മനസ്സിലാക്കണം എന്താണ് കൊടുത്തിരിക്കുന്നത്. 21 ഗുണിക്കണം 8ന് എങ്ങനെ മാറ്റി എഴുതാം. ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. 21 ഗുണിക്കണം 8 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ മാറ്റി എഴുതല് പണ്ട്? 21 ഗുണിക്കണം 8, 21 ഗുണിക്കണം 8, 21നെ മാറ്റിയിട്ട് 20 + 1 ആക്കും അല്ലേ. എന്നിട്ട് ഈ 8നെ 2 ആക്കും കൊടുക്കും. എങ്ങനെ കൊടുക്കും? 20 ഗുണിക്കണം 8 ഉണ്ടാവും പ്ലസ് 1 ഗുണിക്കണം 8 ഉണ്ടാവും. കാരണം 21 കിട്ടണ്ടേ. അപ്പൊ 21നെ മാറ്റിയതാണ് 20 + 1. അപ്പൊ 20ന് 8നെ കിട്ടി, 1ന് 8നെ കിട്ടി. അങ്ങനെ ആരാ ഉള്ളത് നോക്കിയേ. ഇതാ 21 ഗുണിക്കണം 8, ഇതാ 20 ഗുണിക്കണം 8 പ്ലസ് 1 ഗുണിക്കണം 8. 24 ഗുണിക്കണം 8 എങ്ങനെയാ മാറ്റുക? 20 + 4. അങ്ങനെയുള്ളത് ആരാ ഉള്ളത്? അപ്പൊ 20 ഗുണിക്കണം 8 കിട്ടും, 4 ഗുണിക്കണം 8 കിട്ടും. ഇതാ 20 ഗുണിക്കണം 8, 4 ഗുണിക്കണം 8. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ് ശരി എന്നുള്ളത് ഈ പറഞ്ഞ പോലെ മാച്ച് ചെയ്ത് നോക്കുക. A3 എന്നെല്ലാം പറഞ്ഞിട്ട് മാച്ച് ചെയ്ത് നോക്കുക. 4B ചോദ്യം സെയിം തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ്. 25 ഗുണിക്കണം 15 375 ടെക്സ്റ്റ് ബുക്കിൽ അതേ പാറ്റേൺ ആണ്. ഞാൻ വീണ്ടും സമയം കളയുന്നില്ല. 25 ഗുണിക്കണം 15 375
അങ്ങനെയാണെങ്കിൽ 25 ഗുണിക്കണം 16 തുല്യമായത് ഏതാണ്? വിച്ച് ഇസ് ഈക്വൽ ടു 25 into 60 എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ 25 ഗുണിക്കണം 15 ഉണ്ട്, ഇവിടെ 25 ഗുണിക്കണം 16 ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ആരാ മാറാത്തത്? 25 മാറിയിട്ടുണ്ടോ? ഇവിടെ 15 25 ഇവിടെയോ 16 25 ഉണ്ട്. അപ്പോൾ ഒരു 25 അല്ലേ കൂടിയേ. ഇവിടെ നിങ്ങൾ നോക്ക്, 15 ചക്കയുണ്ട്, ഇവിടെ 16 ചക്കയുണ്ട്, അപ്പൊ ഒരു ചക്ക കൂടിയില്ലേ. അതേപോലെ ഇവിടെ 15 25 ഉണ്ട്, ഇവിടെയോ 16 25 ഉണ്ട്, അപ്പൊ ഒരു 25 കൂടി. അപ്പം കിട്ടിയ ഉത്തരം 375 25 കൂടണം. ഇവിടെ 325 പ്ലസ് 25, ഉത്തരം ഡി ആണ് കറക്റ്റ് ആൻസർ. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സാധനമാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങളെ സമയം പോകും, നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഒരേപോലത്തെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 30 ഇവിടെ 300 ആണെന്ന് പറയുന്നുണ്ട്. അപ്പം 30ന്റെ കൂടെ ഏത് നമ്പർ ഗുണിച്ചാൽ ആ 300 കിട്ടുക എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. 30ന്റെ കൂടെ എത്ര ഗുണിച്ചാലാണ് 300 കിട്ടുക എന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ ഇവിടെയുള്ള നമ്പർ കിട്ടിയാൽ ഇവിടെയുള്ള നമ്പറും ഇവിടെയുള്ള നമ്പറും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓരോന്നോരോന്നായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, ചെയ്തു നോക്കുക. ഞാനത് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, വേഗം ഉത്തരം കിട്ടും. 30 ഇവിടെ ഉള്ളത്. അപ്പൊ 30 10 കൊണ്ട് ഗുണിച്ചാൽ 30 ഗുണിക്കണം 10 300. പിന്നെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ 20 ഇവിടെ 10 ഉണ്ട്. അപ്പം 10 ഗുണിക്കണം എത്ര ചേർന്നാൽ 20 കിട്ടുക? 10 ഗുണിക്കണം 2 അല്ല 20. 10 ഗുണിക്കണം 2 20. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേഗം ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ 6 പറയുന്നുണ്ട്, ഇവിടെ 2 പറയുന്നുണ്ട്. അപ്പൊ ഇയാൾ എത്രയായിരിക്കും? 2നോട് എത്ര ഗുണിച്ചാലാണ് 6 കിട്ടുക? 2നോട് 3 ഗുണിച്ചാലാണ് 6 കിട്ടുക. അപ്പൊ നിങ്ങൾ നോക്കിയേ, 6 കിട്ടണമെങ്കിൽ 2ഉം 3ഉം ഗുണിക്കണം അല്ലെ? 3 2 6. അപ്പൊ നിങ്ങൾ നോക്കിയേ, 3ഉം 30ഉം കൂടി ഗുണിച്ചാൽ എത്രയാണ്? 90. അപ്പൊ എല്ലാം കിട്ടിയില്ലേ? ബാക്കി ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഉത്തരം എഴുതിയാൽ മതി. 49 ഗുണിക്കണം 16 ഇതേപോലെ മാറ്റി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാം, ഈ രീതിയിൽ മാറ്റി എഴുതി നോക്കുക. ലാസ്റ്റ് ഒരു ചിത്രം വരക്കേണ്ട ചോദ്യം വന്നിട്ടുണ്ട്. ഇതേപോലെ ചിത്രം വരക്കുക. ഇത് സ്ക്വയർ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാ വശങ്ങളും 8 ആയിരിക്കും. അപ്പൊ എല്ലാ വശങ്ങളും 8 ആണെങ്കിൽ ഈ സർക്കിൾ എത്ര എടുത്തിട്ടാ വരക്കുക? അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അതിന്റെ നേരെ പകുതി അല്ലേ? അപ്പൊ 8ന്റെ പകുതി എത്രയാ? 4. എപ്പോഴും മനസ്സിലാക്കുക, സർക്കിൾ വരക്കുമ്പോൾ ഡയമീറ്റർ എടുത്ത് വരക്കരുത്. അതായത് ഈ 8 ആണെന്ന് വിചാരിച്ചിട്ട് 8 സെന്റിമീറ്റർ എടുത്ത് വരച്ചാൽ വൃത്തം വളരെ വലുതായിട്ട് പോകും. മനസ്സിലായോ? അപ്പൊ അതിന്റെ പകുതി എടുക്കാവുള്ളൂ. റേഡിയസ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ കോമ്പസിൽ എടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നത് ഇത് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. ഈ റെക്ടാങ്കിൾ ഡിവിഷൻ കുറച്ച് പേർക്ക് ടഫ് ആണ്, ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അധികം വലിയ തലവുണ്ടാക്കേണ്ട, സാധാരണ ഡിവിഷൻ ആണെങ്കിൽ സാധാരണ ഡിവിഷൻ ചെയ്താൽ മതി. നിങ്ങൾ ഇവിടെ നോക്കിയേ, how many packet of pens will be there? 1164 pen are put into 12 packet. അപ്പൊ 1164 12 പാക്കറ്റുകളിലേക്ക് മാറ്റുക, അതായത് 12 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് നോർമൽ മെത്തേഡ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ നോർമൽ മെത്തേഡ് ചെയ്യാം. ഇനിയല്ല ടഫ് ആണ്, നല്ല നോർമൽ മെത്തേഡിൽ എളുപ്പമാണെങ്കിൽ നോർമൽ മെത്തേഡ് ചെയ്യുക. നോർമൽ മെത്തേഡ് ടഫ് എങ്കിൽ നമ്മൾ പറഞ്ഞ റെക്ടാങ്കിൾ ഡിവിഷനിൽ എന്ത് ചെയ്താൽ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സാധാരണ ഹരണമാണ്. അല്ലെങ്കിൽ 1164 റെക്ടാങ്കിൾ വരക്കുന്നു, 12 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പം 12 നമ്മൾ ഇവിടെ എഴുതുന്നു. നമുക്ക് 10 എടുത്തു കഴിഞ്ഞാൽ 120 കിട്ടുക. നമുക്ക് വേണമെങ്കിൽ 100 എടുക്കാൻ പറ്റും. നമുക്ക് 100 എടുക്കാൻ പറ്റില്ല, ബിക്കോസ് 1200 ആയിപ്പോവും. ഇവിടെ 1164 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ ചുരുക്കാൻ പറ്റുക? ഈ 12ന്റെ മൾട്ടിപ്പിൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ചുരുക്കാൻ പറ്റുക? ഞാൻ ഒരു എളുപ്പത്തിന് ഇഷ്ടമുള്ള നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ 10 എടുക്കുന്നില്ല, 20 വേണമെങ്കിൽ എടുക്കാമല്ലോ. 20 30 40 ഒരു 50 വേണമെങ്കിൽ എടുത്തോക്കാം, അല്ലെങ്കിൽ ഒരു 60 വേണമെങ്കിൽ എടുത്തോക്കാം. 60. 12 ഗുണിക്കണം 60 എത്രയാ വരിക? 12 ഗുണിക്കണം 60 നിങ്ങൾ സൈഡ് ചെയ്ത് നോക്കിയേ. 12 ഗുണിക്കണം 60 0 6 2 12 2 ബാക്കി 1 ബാക്കി ഒരു 6 1 720 കിട്ടി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി 720 വരും. എന്നൊരു സാധാരണ വരെ കുറച്ച് എഴുതിയാൽ മതി. 4 6 2 കുറച്ചാൽ 4, 1 7 ഓർക്കാൻ പറ്റില്ല. 10 കടം വാങ്ങി 11, 7 കഴിഞ്ഞ് 8 9 10 11 4 444 കിട്ടി. വീണ്ടും ചുരുക്കാൻ പറ്റുമല്ലോ. 60 എന്തായാലും എടുക്കാൻ പറ്റില്ല. ചെറിയ ചെറിയ നമ്പർ എടുത്തു നോക്കാം. ഒരു 20 വേണമെങ്കിൽ എടുത്തു നോക്കാം.
12നെ 20 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുക? 12ന് നേരെ ഇരട്ടി ചെയ്ത് കഴിഞ്ഞാൽ 24, ഒരു 0, 240. വീണ്ടും കുറച്ച് നോക്കുക. 4, 4 കുറച്ച 0, 4 2 കുറച്ച 2, 204. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 20 വേണമെങ്കിൽ എടുക്കാമല്ലോ. 12ന് 20 കൊണ്ട് ഗുണിച്ചാൽ 12 2, 24, ഒരു 0. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല അല്ലേ? വലിയ നമ്പറായി. ഇപ്പോൾ 204 അല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല? എടുക്കാൻ വേണ്ടി പറ്റില്ല. 20 എടുക്കാൻ പറ്റില്ല. ഒരു 10 എടുത്ത് നോക്കാം. 10 എടുത്ത് നോക്കാൻ 120 വരൂലേ? 10 എടുത്താൽ 10 ഗുണിക്കണം 12 എത്രയാ? 10 ഗുണിക്കണം 12 എത്രയാ? 120. അപ്പം 120 എടുത്ത് നോക്കാം. 4 കുറച്ച് കഴിഞ്ഞാൽ 4, 0ന് 2 ഓർക്കാൻ പറ്റില്ല. 10 കടം വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ 10, പിന്നെ ഒരു 8 ബാക്കി അല്ലേ? 84 കിട്ടുന്നത്. 84. ഒന്നൊന്നും കുറച്ചാൽ 0. 84 പിന്നെ എത്ര 12 പോകും നോക്കണം. 10 എന്തായാലും എടുക്കാൻ പറ്റില്ല. ഒരു 5 എടുത്ത് നോക്കിയിട്ട് 5 എടുത്താൽ എത്ര കിട്ടുക? 60 അല്ലേ വരിക? 12 ഗുണിക്കണം 5, 60, 60. വീണ്ടും കുറക്കുക. 4, 8 6 കുറച്ചാൽ എത്രയാണ് കിട്ടുക? 2, 24. 24 വളരെ എളുപ്പമല്ലേ? 2 തവണയല്ലേ പോവുക? 12ൽ 2, 12 × 2, 24. 24 24 കുറച്ചാൽ 0. ഓക്കെ. അപ്പം ആൻസർ എത്രയാണ് വരിക? ആൻസർ എന്ന് പറഞ്ഞാൽ ഈ പുറത്തുള്ള നമ്പർ കൂട്ടണം. 60 + 20 + 10 + 5 + 2. ഓക്കെ ആണല്ലോ? അത്തരത്തിലെല്ലാം കൂടി കൂട്ടിയിട്ട് എത്രയാണോ വരുന്നത് അതായിരിക്കും അതിൻ്റെ ഫൈനൽ ആൻസർ. ഇത് സാധാരണ രീതി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മുടെ റെക്ടാങ്കിൾ മെത്തേഡിൽ പറ്റുന്നില്ലെങ്കിൽ സാധാരണ 1164 ഹരിക്കണം 12 എന്ന് പറഞ്ഞിട്ട് സാധാരണ പോലെ ചെയ്ത് നോക്കിയാൽ മതി. യാതൊരു കുഴപ്പമില്ല. അതിൻ്റെ ഭാഗത്തുനിന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കണേ. ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ 7 കൊണ്ടാണ് ഹരിക്കണേ. 91 7 കൊണ്ടാണ് ഹരിക്കണേ. 10 ആദ്യം എടുത്തിരിക്കുന്നത്. അപ്പം 10 ഗുണിക്കണം 7 എത്രയാണ്? 70 അല്ലേ? 10 ഗുണിക്കണം 7, 70. 91 70 കുറച്ചാൽ ഇവിടെ 1 ബാലൻസ്, ഇവിടെ 2 ബാലൻസ്, 21. 21ൽ എത്ര 7 പോവും? 3 7 പോവും. 7 3 21, 0. അപ്പം ആൻസർ എത്ര വരിക? ഇവിടെയുള്ള 10 3 കൂടി കൂട്ടിയാൽ 13. ആൻസർ കിട്ടി. മനസ്സിലായല്ലോ? അപ്പം ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഇതും അതിൻ്റെ തന്നെ ഒരു പാറ്റേൺ വൈസ് ക്വസ്റ്റ്യൻസ് ആണ്. സെയിം പാറ്റേൺ അല്ല, വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ചോദിച്ചത്. 1 ഗുണിക്കണം 22 പറഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ആൻസർ 2 ആയിരിക്കും വരിക. 1 × 22 ഡിവൈഡഡ് ബൈ 11 എന്ന് പറഞ്ഞാൽ ആൻസർ 2 ആയിരിക്കും. 2 × 22 ഡിവൈഡ് ബൈ 11 എന്ന് പറഞ്ഞാൽ 4 ആയിരിക്കും. അതായത് ഇവിടെയുള്ളതിൻ്റെ ഇരട്ടിയാണ് വരിക. 1ൻ്റെ ഇരട്ടി 2, 2ൻ്റെ ഇരട്ടി 4, 3ൻ്റെ ഇരട്ടി 6, 4ൻ്റെ ഇരട്ടി 8. അങ്ങനെയാണെങ്കിൽ 10 ഗുണിക്കണം 22 ഹരിക്കണം 15 ആയിരിക്കും. 10ൻ്റെ ഇരട്ടി ആയിരിക്കും വരിക. 20 ആയിരിക്കും ആൻസർ വരിക. അതായത് 10 ഗുണിക്കണം 2. ഇതാ 10 ഗുണിക്കണം 2. പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. റെക്ടാങ്കിൾ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. റൈറ്റ് 1425 ആസ് സർട്ടൈൻ ടൈംസ് ഓഫ് 12. ടൈംസ് എന്ന് വെച്ചാൽ ഗുണനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഹരിച്ച് നോക്കി നമുക്ക് അതിന് ഉത്തരം കിട്ടും. 1425നെ 12 കൊണ്ട് ഹരിക്കാനാണ് പറയുന്നത്. വേറെ ഒന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ റെക്ടാങ്കിൾ ഡിവിഷൻ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വേഗം എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം കിട്ടും. ഇനിയല്ല സാധാരണ പോലെ ഹരിക്കുന്നെങ്കിൽ അതേപോലെ ഹരിച്ച് നോക്കിയാൽ മതി. 1400 എത്ര വരിക? 1425 ഹരിക്കണം 12. 14 ഒരു തവണ പോവും. 1 12 12, 2 ബാലൻസ്. 22ൽ എത്ര തവണ പോവും? 2 തവണ പോവും. 24 വേണം അല്ലേ? 1 തവണ പോവുള്ളൂ. 1 12 12 വേണം. ബാലൻസ് എത്ര വരിക? 10 10ൽ പോവില്ല. അപ്പം 105ൽ എത്ര തവണ പോവും? ഏകദേശം 7 തവണ പോവും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ വീഡിയോ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടുന്നുള്ളതാണ് ചെയ്യുന്നില്ല. ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിൽ എത്ര റിമൈൻഡർ വരുന്നതും കൂടി കണ്ടുപിടിക്കണം. അവസാനം കുറച്ച് കഴിഞ്ഞാൽ എത്ര റിമൈൻഡർ വരുന്നതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ. അതേപോലെ തന്നെയാണ് 128 സർട്ടൈൻ ടൈംസ് ഓഫ് 6 ആൻഡ് റിമൈൻഡർ. ഏതാ വരിക എന്നുള്ളത്. 128ന് ഇതേപോലെ ചെയ്ത് നോക്കുക. എത്ര മൾട്ടിപ്ലിക്കേഷൻ വരും, എത്ര റിമൈൻഡർ വരും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ബുക്കിൽ ചെയ്തതാണ്. റെക്ടാങ്കിൾ ഡിവിഷൻ എടുക്കുന്ന സമയത്ത് ഏതാ വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക. 5 14 23 32 is a pattern of number when divided by 9 giving remainder 5.
വിൽ 103 ബി ഇൻ ദ പാറ്റേൺ വൈ? 103 എന്ന് പറയുന്ന നമ്പർ ഈ പാറ്റേണിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. അത് നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോന്നിൻ്റെയും 9 കൊണ്ട് ഹരിക്കുമ്പോൾ 5, 14, 23, 32 is a pattern of numbers when divided by 9 giving the remainder 5. റിമൈൻഡർ 5 വരുന്ന നമ്പറാണ്, 5 റിമൈൻഡർ വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം 103 ഈ പാറ്റേണിൽ ഉണ്ടാവും നോക്കിയാൽ മതി. അതിനെന്ത് ചെയ്താൽ മതി? 103 9 കൊണ്ട് ഹരിച്ച് നോക്കിയിട്ട് റിമൈൻഡർ എത്രയാണ് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അത് നിങ്ങൾ റിമൈൻഡർ 5 തന്നെ വരുന്നുണ്ട് എങ്കിൽ ഈ പാറ്റേണിൽ ആ നമ്പർ ഉണ്ടാവും, ഇനി വരുന്നില്ല എങ്കിൽ ഈ പാറ്റേണിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഇത് പ്രീവിയസ് ഇയർ ആണ്. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴും കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. ഓരോ തവണയും എഴുന്നേറ്റ് ഇത് എന്താണെന്ന് ചോദിക്കരുത്. ക്വസ്റ്റ്യൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇംഗ്ലീഷ് ടെർമിനോളജീസ് ഒന്ന് പറഞ്ഞു തരും. അതേപോലെ തന്നെ പരീക്ഷ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക പരിപാടികളൊന്നുമില്ല. കൃത്യമായിട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സും കാര്യങ്ങളും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എടുത്തിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ. എല്ലാ എക്യുപ്മെന്റ്സും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. സംഖ്യാ കോളം ചെയ്തിട്ട് വേണം ക്രിയകൾ ചെയ്യാൻ. കൃത്യമായ മാർജിന് വരക്കണം. ഓരോ ആക്ടിവിറ്റി 1 കഴിഞ്ഞാൽ ആക്ടിവിറ്റി 2ലേക്ക് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, അണ്ടർലൈൻ ചെയ്യണം. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പാലിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.